സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും വേണ്ടി തുടങ്ങിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ്പ് ഒരു വർഷം പൂർത്തിയായിട്ടും പരാതികൾ തീരുന്നില്ല. പല രോഗങ്ങൾക്കും ചികിത്സ തേടി ആശുപത്രിയിൽ പോയാൽ മെഡിസെപ്പ് ആനുകൂല്യം ലഭിക്കുന്നില്ല എന്നാണ് സർക്കാർ ജീവനക്കാരുടെ പരാതി. മെഡിസെപ്പ് ആനുകൂല്യമുണ്ടെങ്കിലും മുട്ടിന്റെ ശസ്ത്രക്രിയ, ഇടുപ്പല്ല് ശസ്ത്രക്രിയ തുടങ്ങിയവയ്ക്ക് സർക്കാർ ആശുപത്രികളിലേക്ക് പോവേണ്ട അവസ്ഥയിലാണ് രോഗികൾ. മെഡിസെപ്പ് ആരംഭിച്ചത് ജീവനക്കാരിൽ നിന്നും പെൻഷൻകാരിൽ നിന്നും വിഹിതം ശേഖരിച്ചാണ്. സർക്കാർ ആവേശത്തോടെ നടപ്പാക്കിയ പദ്ധതിക്കെതിരെ നിരവധി പരാതികളാണ് ഇപ്പോൾ ഉയരുന്നത്. 2022 ജൂലൈ 1-നാണ് മെഡിസെപ്പ് പദ്ധതിയുടെ തുടക്കം. സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും അവരുടെ ആശ്രിതരുമടക്കം 30 ലക്ഷത്തോളം പേർക്ക് ആനുകൂല്യം ലഭിക്കും. പദ്ധതിയിൽ അംഗങ്ങളായവർ പ്രതിമാസം 500 രൂപ വീതമാണ് അടയ്ക്കേണ്ടത്. ഓരോ കുടുംബത്തിനും 3 വർഷത്തേക്ക് 3 ലക്ഷം രൂപയായിരുന്നു പരിരക്ഷ. ഇതിൽ ഒരു വർഷത്തേക്ക് 1.5 ലക്ഷത്തോളം രൂപ ഉപയോഗിക്കണമെന്നും അല്ലാത്തപക്ഷം ആ തുക അസാധുവാകുമെന്നുമായിരുന്നു കരാർ. മിക്കവാറും രോഗങ്ങൾക്കും ആദ്യഘട്ടത്തിൽ ചികിത്സകൾക്ക് മെഡിസെപ്പ് പരിരക്ഷ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴതല്ല സ്ഥിതി. ഇടുപ്പെല്ലിന് പ്രശ്നമുള്ള ആൾ ചികിത്സയ്ക്ക് സ്വകാര്യ ആശുപത്രിയിൽ പോയാൽ കയ്യിൽ നിന്ന് തുക നൽകേണ്ടി വരും. മെഡിസെപ്പിന്റെ കീഴിലാണെങ്കിലും ചില രോഗങ്ങൾക്കുള്ള ചികിത്സയിൽ നിന്ന് സ്വകാര്യ ആശുപത്രികൾ പിന്മാറിയത് ചികിത്സ തേടുന്നവരെ വെട്ടിലാക്കി. ക്യാഷ്ലെസ് പദ്ധതി എന്ന് പറഞ്ഞ മെഡിസെപ്പ് ഇപ്പോൾ അങ്ങനെയല്ലെന്ന പരാതിയും വ്യാപകമാണ്. മെഡിസെപ്പുമായി കരാറുള്ള ആശുപത്രികളിൽ പോയാൽ പോലും പണം നൽകേണ്ട അവസ്ഥയാണെന്ന് ഉപഭോക്താക്കൾ കുറ്റപ്പെടുത്തുന്നു. ഇൻഷുറൻസ് പരിരക്ഷാ പരിധി 3 ലക്ഷത്തിൽ നിന്ന് 10 ലക്ഷമായി ഉയർത്തണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം.